ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ 10th ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടായി നോക്കിയിരുന്നു അല്ലേ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു ലിറ്റിൽ ബോയിയെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയും ഗ്രാൻഡ് മദറിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അവൻ്റെ വീടിനെ പറ്റിയും അവൻ്റെ വീടിനോട് ചേർന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആൽമരത്തെ പറ്റിയായിരുന്നു ഈ കഥ ഉള്ളായിരുന്നു അല്ലേ. അപ്പോൾ ഈ ആൽമരത്തിൽ വരുന്ന കിളികളെ പറ്റിയും അതുപോലെ ഒരു അണ്ണാൻ കുഞ്ഞിനെ പറ്റിയും അതുപോലെ അവൻ്റെ ഈ ലിറ്റിൽ ബോയ് അവൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ഈ ആൽമരവുമായിട്ട് അടുത്തു പോയത് ചിലവഴിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി നോക്കാം. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging a pot, taking down the washing, at the cook quarreling with a fruit vendor, or the grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ കുട്ടി വൈകുന്നേരങ്ങളൊക്കെ അധികം സമ്മർ, അതായത് ഒരുപാട് ചൂടൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ അവൻ്റെ സമയം ചിലവഴിക്കാൻ അവൻ ഈ ആൽമരമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് അല്ലേ. അതുപോലെ അവൻ വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവിടെ ഇരുന്നു. ഇനി വായിക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളിലാണെങ്കിലോ അവൻ എന്ത് ചെയ്യും? ആൽമരത്തിൻ്റെ മുകളിൽ കയറി വെറുതെ താഴെയുള്ള ലോകം നോക്കിയിരിക്കും. ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദി ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, അതായത് അവൻ്റെ മുത്തശ്ശിയെ അവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കുന്നതോ ഒക്കെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കും. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, ഒരു ഫ്രൂട്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പഴമൊക്കെ വിൽക്കാൻ വരുന്നതല്ലേ. അപ്പം പാചകക്കാരൻ ഈ പഴമൊക്കെ വിൽക്കാൻ വരുന്ന ആളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതോ. ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ grumbling at hardly Indian marigolds which insisted on springing up all over his very English garden. അതും അല്ലെങ്കിൽ എന്താണ് ഈ ഇന്ത്യൻ മാരിഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജമന്തി പൂക്കൾ അല്ലേ. അപ്പം നമ്മളുടെ മുത്തശ്ശൻ അതും അല്ലെങ്കിൽ ഈ ജമന്തി പൂക്കളിലൂടെയൊക്കെ പെറുപെറുത്തോണ്ട് അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ, അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് എന്തായിരിക്കും? കാണും. മേളിലിരുന്ന് കുട്ടി ഇതെല്ലാം വീക്ഷിക്കുകയായിരിക്കും. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. അപ്പം യൂഷ്വലി, അതായത് സാധാരണഗതിയിൽ അത്ര വലിയ എന്താ പറയുക കാര്യങ്ങളൊന്നും ഇവൻ ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും കാണാറില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും കാണാറില്ല. പക്ഷേ ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു വൈകുന്നേരം, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ, അതായത് സമ്മർ വരെ എൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തരുന്ന രീതിയിലുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. സോ എന്താണ് ഇവൻ ഇത്രത്തോളം, അതായത് അവൻ്റെ സാധാരണ രീതിയിൽ അവന് ആഹ്ലാദമുള്ള ഒന്നും കിട്ടാറില്ല, അങ്ങനെ വെറുതെ ചെന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം, അതായത് ഒരു വൈകുന്നേരം അവൻ ഒരു കാഴ്ച കണ്ടു. എന്തായിരുന്നു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സോ എ മംഗൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീരിയാണ്, ആൻഡ് എ കോബ്ര, അതായത് പാമ്പ്. അപ്പം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ഗാർഡൻ, അതായത് ഞാൻ ഒരു കീരിയും പാമ്പും തമ്മിലുള്ള അടിപിടി കണ്ടു. ഒരു കീരിയും പാമ്പും തമ്മിൽ അടി നടക്കുന്നത് ഈ കുട്ടി വൈൽ ഐ സാറ്റ് ഡയറക്റ്റ്ലി എബോവ് ദം ഇൻ ദ ബനിയൻ ട്രീ, അതായത് ഞാൻ അവർക്ക് തൊട്ട് മുകളിൽ ആൽമരത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കുട്ടി പറയുന്നത്, ഒരു കീരിയും പാമ്പും അടിയുണ്ടാക്കുന്നത്. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അപ്പോൾ അതൊരു ഏപ്രിൽ മാസത്തിൻ്റെ വൈകുന്നേരമായിരുന്നു അല്ലേ, ഏപ്രിൽ മാസമായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. അതായത് അപ്പോൾ ഒരു സമ്മറിൻ്റെ ഒരു അപ്പം ഏപ്രിലാണ്, സമ്മർ സീസണിൻ്റെ വേവാണ്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് വാം ബ്രീസ്, അതായത് നല്ല ചൂട് കാറ്റാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാസ് സെൻറ്റ് എവ്രി വൺ ഇൻഡോഴ്സ്, അതായത് ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാവരും അകത്തേക്ക് പോയി. അതായത് പുറത്തൊക്കെ വളരെ ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പുറത്തില്ല, എല്ലാവരും അകത്താണ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അപ്പം എനിക്കും എന്താണ് ഒരു മയക്കമൊക്കെ അതായത് ഒരു മയക്കമൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ്
myself, I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അപ്പം ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു ഭയങ്കര ചൂടൊക്കെയാണ്, മയക്കൊക്കെ വരുന്നുണ്ട്. അതായത് എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു പോണ്ടുണ്ട്, ഒരു കുളം, അവിടെ പോയിട്ടൊന്ന് കുളിച്ചാൽ ഒന്ന് നീന്തിയാലോ എന്ന് നമ്മുടെ കുട്ടി വിചാരിക്കുകയാണ്. When I saw a huge black cobra gliding out of the clump of cactus and making for some cooler part of the garden. സോ ചൂട് കാലമാണ്, അപ്പം നമ്മളുടെ ഈ കോബ്ര എന്താണ്, ഈ ഒരു സം കൂളർ പാർട്ട് ഓഫ് ദി, ഇപ്പോൾ ഗാർഡനിൽ തണുത്ത സ്ഥലമുണ്ടോ എന്നുള്ളത് നോക്കി വരികയാണല്ലേ. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംപ് ഓഫ് കാക്ടസ്. അതായത് കാക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിമുൾ ചെടികളാണല്ലേ. കള്ളിമുൾ ചെടികളുടെ ഇടയിൽ നിന്ന് ഇത് ഇഴഞ്ഞു വരുന്നു. ഓക്കെ, ഗ്ലൈഡിങ് എന്ന് പറയുമ്പോൾ ഇഴഞ്ഞു വരികയാണ്. എന്താണ് ഇത്, ഇതിൻ്റെ ഇടയ്ക്കുന്നത് നമ്മുടെ പൂന്തോട്ടത്തിൽ എന്തെങ്കിലും തണുത്ത സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണ് നമ്മുടെ കോബ്ര. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerged from the bushes and went straight for the cobra. അപ്പം ഈ അതേ സമയത്ത് തന്നെ ഈ കീരി, അതായത് ഈ കീരി നമ്മുടെ കുട്ടി കണ്ടിട്ടുള്ളതാണ് അല്ലേ, whom I had often seen. അപ്പം കീരിയെ ഈ ഗാർഡനിലെ കുട്ടി നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ കീരി എന്ത് ചെയ്തു, എമേർജ് ഫ്രം ദ ബുഷസ്, അതായത് കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ കീരിയും പുറത്തേക്ക് വന്നു. എന്നിട്ട് നേരെ എങ്ങോട്ട് പോയി, നമ്മുടെ കോബ്രയുടെ നേർക്ക്, നമ്മുടെ പാമ്പിൻ്റെ നേർക്ക് പോയി. In a clearing beneath the tree, in a bright sunshine, they came face to face. അതായത് ഈ മരത്തിൻ്റെ താഴെ, അതായത് ഒരു ബ്രൈറ്റ് നല്ല സൺഷൈൻ, നല്ല സൂര്യരശ്മികളൊക്കെ പതിക്കുന്ന സമയത്ത് they came face to face. അവർ രണ്ടും നേർക്ക് നേർ വന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. ഓക്കെ, അപ്പോൾ ആ കോബ്ര ന്യൂ ഒൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്, അതായത് നമ്മളുടെ ഒരു ഈ കീരിയുടെ ഒരു ഫീച്ചർ കൂടെയാണ് പറയുന്നത് അല്ലേ. 3 feet ലോങ് ഗ്രേ മംഗൂസ്, അതായത് ഒരു 3 അടി നീളമുള്ള ഈ കീരി വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്, അതായത് ഒരു ഫൈറ്റർ ആയിരുന്നു, അതുപോലെ ഒരു ബുദ്ധിമാനും അതുപോലെ അഗ്രസീവ്, അതായത് ആക്രമണ സ്വഭാവമുള്ള ആളും ആയിരുന്നു. ഓക്കെ, ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. അതായത് പക്ഷേങ്കിൽ നമ്മളുടെ കോബ്ര, അതായത് ഈ പാമ്പും നല്ല സ്കിൽഫുൾ, അതായത് കഴിവുള്ള ആളും എക്സ്പീരിയൻസ്, അതായത് നല്ല അനുഭവമുള്ള ആളാണ്, അതായത് ഫൈറ്റ് ചെയ്തൊക്കെ അനുഭവമുള്ള ആളാണ്. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതായത് വേഗത്തിൽ, അതായത് വളരെ വേഗത്തിൽ കുതിക്കാൻ കഴിയുന്ന ആളാണ് നമ്മുടെ പാമ്പും അല്ലേ. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് നമ്മളുടെ വെളിച്ചത്തിൻ്റെ വേഗതയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അതായത് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അതായത് ഫാങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഷാർപ്പ് ടൂത്ത്, അതായത് പല്ലിനെയാണ് പറയുന്നത്. ഓക്കെ, ഇവൻ്റെ ഈ പാമ്പിൻ്റെ ഈ മൂർച്ചയേറിയ വലിയ പല്ലുകൾക്ക് പുറകിലായിട്ട് എന്താണ്, ഫുൾ ഓഫ് ഡെഡ്ലി വെനം, എന്താണ് വളരെ വിഷമേറിയ വിഷമാണുള്ളത് അല്ലേ. ഡെഡ്ലി, അതായത് മനുഷ്യരായാലും മറ്റുള്ളവനെ ആക്രമിക്കുന്ന ജീവികളൊക്കെ കൊല്ലാൻ തക്കത്തിലുള്ള വിഷമാണ് അവൻ്റെ ആ വലിയ കൂർത്ത പല്ലുകൾക്ക് പിറകിലുള്ളത്. ഇറ്റ് വാസ് ടു ബി ദ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പം ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ, അതായത് ഈ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, വിജയിച്ച ആളുകളുടെ ഒരു യുദ്ധമാണ്. അപ്പോൾ 2 പേരും ഫൈറ്ററാണ്, അപ്പോൾ 2 പേരും വിജയിച്ചവരാണ്. അപ്പം 2 പേരും കഴിവുള്ള ശക്തിയുള്ളവരുമാണ്, നല്ല ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പം ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. സോ ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ പാമ്പൊക്കെ ചീറ്റുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിനാണ് ഹിസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്സിങ് ഡിഫൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർവിളി അല്ലെങ്കിൽ ഒരു എതിർത്തുകൊണ്ടെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ധിക്കാരത്തോടെയൊക്കെ. അപ്പോൾ ഒരു പോർ വിളിച്ചുകൊണ്ട്, അതായത് അതായത് ഈ പാമ്പ് ചീറ്റിക്കൊണ്ട് അടുക്കുക എന്ന് പറയില്ല അത്. ഹിസ് ഫോർക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ഡാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ക്വിക്ക്ലി ഓർ സഡൻലി എന്നാണ്, അതായത് പെട്ടെന്ന്. നമുക്കറിയാം പാമ്പിങ്ങനെ നാക്ക് പുറത്തേക്കും അകത്തേക്കും ഇങ്ങനെ സ്പീഡിലെടുത്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം എന്ത് ചെയ്തു, ഇതിങ്ങനെ നാക്കിങ്ങനെ പുറത്തേക്കും അകത്തേക്കും ഇട്ട് ചീറ്റിക്കൊണ്ട് എന്ത് ചെയ്തു, ദ കോബ്ര റേസ്ഡ് 3 of his 6 feet off the ground and spread his broad spectacled
ടെൻറ്റാക്കിൾഡ് ഹുഡ്, അതിൻ്റെ ഫണം വിടർത്തിക്കൊണ്ട്, അല്ലേ നമ്മൾ ഈ പാമ്പിൻ്റെ ഫണം വിടർത്താന്നല്ലേ, പത്തി വിടർത്താന്ന് പറയും. അപ്പം ഈ പത്തി വിടർത്തിക്കൊണ്ട് നാക്കിങ്ങനെ അകത്തേക്കും പുറത്തേക്കും ചീറ്റിക്കൊണ്ടത് എന്ത് ചെയ്തു, നമ്മളുടെ ഈ കീരിയുടെ നേരെ ചെന്നു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റൂഡ് അപ്പ്. In the past, the very thickness of his hair has saved him from bites that would have been fatal to others. അപ്പം നമ്മുടെ ഈ മംഗൂസ് കീരി എന്ത് ചെയ്തത്, പെട്ടെന്ന് തന്നെ അതിൻ്റെ വാലല്ലേ ദ മംഗൂസ് ബസ്റ്റ് ഹിസ് ടെയിൽ, അതായത് ഈ ടെയിലിൽ, അതായത് അവൻ്റെ വാല് നിറയെ നല്ല തിക്കായിട്ട് വളരെ കട്ടിയിൽ എന്താണ് രോമങ്ങളാണ് അല്ലേ. അപ്പം അത് എന്ത് ചെയ്യും, മറ്റുള്ള മറ്റുള്ള ജീവികളിൽ നിന്ന് അതിൻ്റെ ഈ കടിയൊന്നും ഏൽക്കാതെ ഇവനെ, അതായത് ഈ ഒരു മറ്റുള്ള മൃഗങ്ങൾക്ക് കുറച്ച് ദോഷമാണ് അല്ലേ, ഫറ്റാൽ ടു അതേഴ്സ്, അതായത് ചിലപ്പോൾ ഹാംഫുള്ളാണ്, അതായത് ഡെത്ത് വരെ ആവാവുന്ന കാര്യമാണ്. അതായത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ മംഗൂസ് പെട്ടെന്ന് തന്നെ അവൻ്റെ വാലിലെ ലോങ് ഹെയർ ഓൺ ഹിസ് മംഗൂസ് ബസ്റ്റ് ഹിസ് ടെയിൽ ബിഷ് ചെയ്തു. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of other two spectators. So, അപ്പോൾ എന്താണ് ഈ കോമ്പറ്റൻസ്, ആരാണ് നമ്മുടെ കോമ്പറ്റൻസ് പറയുന്നത് നമ്മളുടെ ഈ പാമ്പും കീരിയാണല്ലേ. ഇവർ എൻ്റെ പ്രസൻസ്, ഞാൻ ഈ ആൽമരത്തിലിരിക്കുന്നൊന്നും ഇവർ അറിഞ്ഞതേ ഇല്ല, പക്ഷേങ്കിൽ they soon become aware of the arrival of other two spectators. അതായത് ഇവർ പെട്ടെന്ന് തന്നെ മറ്റ് രണ്ട് പേര്, അതായത് മറ്റ് രണ്ട് കാഴ്ചക്കാരുടെ കാര്യം ഇവരറിഞ്ഞു. വൺ വാസ് എ മൈന, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനയായിരുന്നു. ആൻഡ് ദ അതർ വാസ് എ ജംഗിൾ ക്രോ, മറ്റൊന്ന് പറയുന്നത് ഒരു കാക്കയായിരുന്നു. ഓക്കെ, നോട്ട് ദ വെരി അർബൻ ക്രോ, അതായത് നാട്ടിലൊക്കെ കാണുന്ന കാക്കയല്ല, കാട്ടിൽ ജംഗിൾ ക്രോ ആയിരുന്നു അല്ലേ. They had seen these preparations for battle and had settled on the catches to watch the outcome. അപ്പോൾ ഇവർ ഈ ഒരുക്കങ്ങളൊക്കെ കാണാൻ തുടങ്ങി, അതായത് ഈ കീരിയും പാമ്പും കൂടെ ഒരടി ഉണ്ടാക്കാൻ പോവാണ്, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവർ കണ്ടു തുടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ ആ കല്ലുമുൾ ചെടികളിൽ പോയിരുന്നു, പൂന്തോട്ടത്തിലെ ചെടികളിൽ പോയിരുന്നതിന് ശേഷം എന്താണ് നടക്കാൻ പോകുന്ന ആകാംക്ഷയോടെ നോക്കിയിരുന്നു. Had they been content only to watch, all would have been well with both of them. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. So the cobra stood on the defensive, swaying slowly, അതായത് നമ്മളുടെ ഈ പാമ്പ് പതുക്കെ എന്ത് ചെയ്തു, ഇഴഞ്ഞിഴഞ്ഞ് വരാൻ തുടങ്ങി അല്ലേ, swaying slowly, പതുക്കെ വരാൻ തുടങ്ങി, from side to side, trying to mesmerize the mongoose into marking a false move. മെസ്മറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ വാങ്ങിച്ചെടുക്കാനല്ലേ. അപ്പം എന്ത് ചെയ്തു, ഈ മംഗൂസിൻ്റെ അറ്റൻഷൻ എല്ലാം പിടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ഒരു ഫോൾസ് മൂവ് നടത്താം, അതായത് തെറ്റായ മൂവ് നടത്താൻ നോക്കി, അതായത് ഇതിനെ ഒന്ന് തോപ്പിക്കാൻ വേണ്ടി അല്ലേ. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പണൻസ് ഗ്ലേസി അൺവിഗിങ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. അപ്പം ഈ പക്ഷെ നമ്മളുടെ കീരി ആൾ എന്താ അത്ര മണ്ടനല്ലേ, അവനറിയാം അവൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, ഇതിൽ നിൽക്കുന്ന ആൾ വളരെ ശക്തനാണ്. സോ ഹി ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പണൻസ് ഗ്ലേസി അൺവിങ്കിങ് ഐസ്, അതായത് തിളക്കമുള്ള, അൺവിങ്കിങ് എന്ന് പറയുമ്പോൾ ചിമ്മാത്ത കണ്ണുകളുടെ പവർ ഇവനറിയാം. ഓക്കെ, അപ്പോൾ അവനെന്ത് ചെയ്തു, അവൻ അതിലേക്ക് നോക്കാനേ പോയില്ല. അപ്പോൾ നമ്മളുടെ പാമ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മംഗൂസിൻ്റെ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ട് ഒരു ഫോൾസ് മൂവ് നടത്താനായിരുന്നു പാമ്പിൻ്റെ ശ്രമം. പക്ഷേ നമ്മളുടെ മംഗൂസ് അതൊന്നും വീണില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. അതിന് പകരം എന്ത് ചെയ്തു, നമ്മളുടെ മംഗൂസ്, നമ്മുടെ കീരി എന്താ ചെയ്തു, ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഈ ഫാണത്തിൻ്റെ തൊട്ട് താഴെ ഈ മംഗൂസ് തിരിച്ച് നോക്കാൻ തുടങ്ങി. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്, അത് എന്ത് ചെയ്തു, ഈ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ മംഗൂസ് എന്ത് ചെയ്തു, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു, കീരി ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. Moving forward quickly until he was just within cobra's reach, he made a feint to one side. അപ്പം പെട്ടെന്ന് തന്നെ അല്ലേ, മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, അതായത് ഈ പാമ്പിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഇവൻ ഈ മംഗൂസ് വളരെ സ്പീഡിൽ മൂവ് ചെയ്തു. അതിനുശേഷം മുമ്പോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഈ പാമ്പിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഒരു തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് പെട്ടെന്ന് തന്നെ മാറി.
ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. അപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കോബ്രയും തിരിച്ചടിച്ചു. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്തു, കോബ്രയും തിരിച്ചടിച്ചു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. അപ്പം എന്ത് ചെയ്തു, അവൻ്റെ ആ ഫണം വിടർത്തി അവൻ പെട്ടെന്ന് വന്നു. പാമ്പ് പെട്ടെന്ന് മംഗൂസിൻ്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ചോദിച്ചു, അതായത് ഈ ലിറ്റിൽ ബോയ്, മരത്തിൽ നമ്മുടെ ബനൈൻ ട്രീയിലിരുന്ന ലിറ്റിൽ ബോയ് ഇതെല്ലാം കാണണം. അവൻ എന്താണ് വിചാരിച്ചത്, ഓക്കെ നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ഈ കീരിനെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്പീഡിൽ. അതായത് ഈ കീരി എത്രത്തോളം സ്പീഡിൽ നമ്മുടെ പാമ്പിൻ്റെ അടുത്തേക്ക് പോയി, അത്ര സ്പീഡിൽ നമ്മുടെ പാമ്പും തിരിച്ച് പെട്ടെന്ന് തന്നെ അടിച്ചു. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ് ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. പക്ഷെ നമ്മളുടെ കുഞ്ഞു കീരി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് അങ്ങ് ജമ്പ് ചെയ്തു, ചാടി. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. അതായത് നമ്മുടെ കോബ്ര എത്രത്തോളം സ്പീഡിലാണോ ഇവൻ്റെ അടുത്തേക്ക് വന്നത്, അത്രത്തോളം സ്പീഡിൽ തന്നെ എന്ത് ചെയ്തു, ഇവൻ ചുറുചുറുക്കോടെ, ഓക്കെ, ഈ നമ്മളുടെ ഈ പാമ്പ് വന്ന അതേ ചുറുചുറുക്കലെ അതേ വേഗത്തിൽ തന്നെ ഇവൻ തിരിച്ചു എന്ത് ചെയ്തു, പെട്ടെന്ന് ചാടി. അതാണ് സ്വിഫ്റ്റ്ലി ഡാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാടി. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് എവേ എഗൈൻ ഔട്ട് ഓഫ് റീച്ച്. എന്ത് ചെയ്തു, ബൈറ്റിംഗ് ദ സ്നേക്ക്, ഇവൻ പെട്ടെന്ന് ചാടിയതിന് ശേഷം പാമ്പിൻ്റെ പുറത്ത് കടിച്ചതിന് ശേഷം ഡാർട്ടിങ് എവേ, പെട്ടെന്ന് തിരിച്ച്, അതായത് പാമ്പിൻ്റെ അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചാടി. അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. അപ്പോൾ പാമ്പിൻ്റെ ആ ഒരു അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ അവൻ വീണ്ടും തിരിച്ചാടി. അപ്പം നമ്മുടെ ഒരു പിക്ചറാണ് നമുക്കിവിടെ തന്നേക്കുന്നത് അല്ലേ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ബനിയൻ ട്രീ ആൽമരത്തിലിരുന്ന് നമ്മളുടെ ലിറ്റിൽ ബോയ് കാഴ്ചകളൊക്കെ കാണുന്നു. ഒരു ക്രോ, അതുപോലെ ഒരു മൈന, ഇവരിത് ഈ നമ്മളുടെ മംഗൂസിൻ്റെ, കീരിയുടെയും പാമ്പിൻ്റെയും ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പത്തിയൊക്കെ വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ഈ പടത്ത് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പം ഈ നമ്മളുടെ ഈ പാർട്ട് 2-ൽ എന്താണ് ഈ ഒരു കീരിയും പാമ്പും, അതായത് ഇവൻ്റെ ഈ ആൽമരത്തിന് താഴെ ഇരുന്ന് കണ്ട ഒരു ഇൻസിഡൻ്റാണ് നമ്മുടെ ബോയ് നമ്മളോട് പറഞ്ഞായിരുന്നു അല്ലേ. ഒരു ദിവസം ഒരു ആഫ്റ്റർനൂണിൽ കണ്ട ഒരു ഇൻസിഡൻ്റ്, അതായത് ഒരു പാമ്പും കീരിയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.